നോക്കൂ, ഉപതെരഞ്ഞെടുപ്പുകൾ അത് ഒരുമിച്ചാവുമല്ലോ നടക്കുക. 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒപ്പം പാലക്കാട്, അതുപോലെ തന്നെ ചേലക്കര 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. CPM സംസ്ഥാന സമിതി നാളെ മുതൽ 3 ദിവസം ചേരുകയാണ്. നോക്കൂ, ഇവിടെ വയനാടിന്റെ കാര്യത്തിൽ, റിസൾട്ടിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പാലക്കാട് കഴിഞ്ഞ തവണ ഇടതുമുന്നണി 3ാം സ്ഥാനത്ത് പോയ സീറ്റാണ്. ചേലക്കര സിറ്റിംഗ് സീറ്റാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടണമെങ്കിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് മാതിരി, അല്ലെങ്കിൽ ഈ നിലയിൽ റെക്ടിഫൈ ചെയ്ത് പോയാൽ മതിയോ CPM-ഉം LDF-ഉം? എന്ത് തോന്നുന്നു? അഭിലാഷ്, കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷം നേരിട്ട പ്രതിസന്ധികളുടെ ഏറ്റവും വലിയ മൂർത്തിഭാവത്തിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത്. ഇടതുപക്ഷം മികച്ച സ്ഥാനാർത്ഥികൾ, ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം കേരളത്തിൽ മത്സരിപ്പിച്ച CPM-ൻ്റെ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ എണ്ണം പറഞ്ഞ സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ വിജയരാഘവനെ പോലെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, ശൈലജ ടീച്ചർ പോലെ കേരളത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള നേതാവ്, ഇവരൊക്കെ മത്സരിച്ചിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമ്പെ പരാജയപ്പെട്ടു. അതൊരു വസ്തുതയാണ്. ആ പരാജയത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് CPM വസ്തുനിഷ്ഠ യാഥാർത്ഥ്യബോധത്തോടു കൂടി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതിന് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നുള്ളതുമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഘടകങ്ങൾ. 2019 സമാനമായിട്ടുള്ള പരാജയത്തിനു ശേഷം നടത്തിയിട്ടുള്ള തിരുത്തലുകളാണ് 2021 നിയമസഭയിൽ തിരിച്ചുവരവിനുള്ള കളമൊരുക്കിയതെങ്കിൽ അതിനും അപ്പുറമുള്ള തിരുത്തലുകളാണ് ഇപ്രാവശ്യം ഇടതു ജനാധിപത്യ മുന്നണിയും CPM-ഉം പരിശോധിക്കുക, ആത്മപരിശോധന നടത്തുക. കൃത്യമായും ഭരണവിരുദ്ധ വികാരം കേരളത്തിലാകമാനം അലയടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അതല്ല സാങ്കേതികമായി കണക്കുകൾ കൊണ്ട് ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്താൻ തയ്യാറായിരുന്നു എങ്കിൽ എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമ്പെ പിന്നിലായി പോകും എന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഒന്ന്, കേരളം നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനം, അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുന്നു. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുവഴി ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? 64 ലക്ഷം പേർക്ക് ജനക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നിട്ടും മുൻകാല ഗവൺമെൻറ് നടത്തിയിട്ടുള്ള കുടിശ്ശിക പോലും കൊടുത്തു തീർത്ത് വീണ്ടും 3 മാസത്തെ കുടിശ്ശികയായപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ, എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വളരെ ചുരുങ്ങിയ മാസത്തെ കുടിശ്ശിക മാത്രം നിൽക്കുമ്പോൾ അത് ജനങ്ങളെ എത്രത്തോളം വെറുപ്പിലേക്ക് നയിച്ചു. പൊതുവിതരണ സമ്പ്രദായം സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ടെത്തി സാധനം വാങ്ങാൻ കഴിയാതെ വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിലൂടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വൈകാരികമായ വെറുപ്പ് ഭരണകൂടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതിനൊക്കെ അപ്പുറം CPM നേതാക്കന്മാർക്കിടയിൽ, അതിങ്ങ് താഴെ തൊട്ട് മുതൽ മുകളിൽ വരെയുള്ള CPM നേതാക്കന്മാരിൽ മുമ്പ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഉയർന്ന ചിന്തയും വിനയാന്വിതമായ ശിരസും എല്ലാവരെയും സഹായിക്കണമെന്ന മനസ്സും ലളിത ജീവിതവും നയിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പകരം ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും കൂടി എല്ലാ തരത്തിലുള്ള പുതിയ പ്രവണതകളെയും ആസ്വദിക്കുകയും ചെയ്യുന്ന നേതൃനിരയും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അകന്നു പോയിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. മറിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ നാളുകളായി ഇടതുപക്ഷം ചെയ്തുകൊണ്ടേയിരുന്നത് CPM-നുള്ളിൽ സംവാദത്തിൻ്റെ ഇടം കുറയുന്നു. ജനങ്ങളുമായി ജനങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുന്നതിനുള്ള ക്ഷമ CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി. ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തിരുത്തുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ശ്രമം CPM-ന്റെ ഭാഗത്ത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധ്യമാവും എന്നുള്ളതാണ് മൗലികമായ ചോദ്യം.